5 വർഷം മുമ്പ് കാണാതായ ഫ്ലൈറ്റ് 702 യാത്രക്കാരൻ തിരികെ എത്തിയിരിക്കുന്നു. അയാൾ സത്യം വെളിപ്പെടുത്താൻ തയ്യാറാണെന്നുള്ള വാർത്ത ഒരു കാട്ടു തീ പോലെ വളർന്നു. എല്ലാ മീഡിയ ചാനലുകളും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാണികൾ. അയാൾ പതിയെ സംസാരിക്കാൻ തുടങ്ങി. അതെ, കാണാതായ ഫ്ലൈറ്റ് 702 യാത്രക്കാരിൽ ഒരാളാണ് ഞാൻ. അയാളുടെ വാക്കുകളിൽ എന്തോ ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ദ പ്രൊമീറ്റിയസ് എന്ന് പറയുന്ന അന്യഗ്രഹ ജീവി വർഗമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതും പോലീസും മീഡിയയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. സദസ്സിലാകെ ഒരു നെട്ടൽ പടർന്നു. മീഡിയയുടെ ക്യാമറ കണ്ണുകൾ കൂടുതലായിട്ട് അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളെപ്പറ്റി അവർ പഠിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ മനസ്സ്, ശരീരം, ആത്മാവ്, അങ്ങനെയെല്ലാം. ഇതുകൂടെ കേട്ടപ്പോൾ പോലീസും മീഡിയയും ആകെ പേടിച്ച് വിറച്ചു. അവർക്കൊന്നും തന്നെ പിടികിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയം അയാളൊരു പ്രഖ്യാപനം നടത്തി. ഞാൻ ഇനി മുതൽ ഒരു മനുഷ്യനല്ല, അവർ കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ജനിതക പരീക്ഷണം മാത്രമാണെന്ന് പറഞ്ഞു. പോലീസും മീഡിയയും ആകെ നിശബ്ദരായി. അവർക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയം ഫ്ലൈറ്റ് 702 കുറിച്ച് പഠിച്ച ഫോറൻസിക് ടീം ഒരു കണ്ടെത്തൽ നടത്തി. വിമാനത്തിൻ്റെ കോക്പിറ്റിലെ ഭിത്തിയിൽ ആരോ എന്തോ കുത്തിവെച്ചിട്ടുണ്ട്. പ്രൊമീറ്റിയസ്. ഇത് കേട്ടതും അയാൾ പതിയെ പറഞ്ഞു, കാത്തിരിക്കുക.